നമസ്കാരം. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് മഹീന്ദ്രയുടെ XUV300 നമുക്കറിയാം, അത് സാങ്യോങ്ങിൻ്റെ ടിവോലി എന്ന് പറയുന്ന വാഹനമാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും 4 മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് കൊണ്ടുവന്നാൽ കിട്ടുന്ന ബെനിഫിറ്റുകൾക്ക് വേണ്ടി തന്നെ ആ ഒരു വാഹനത്തിനെ 4 മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്ത് കൊണ്ടുവന്നു. 3990 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത്. വിഡ്ത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1821 മില്ലിമീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത്. ഹൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1647 മില്ലിമീറ്റർ ഹൈറ്റും ഈ ഒരു വാഹനത്തിനുണ്ട്. വീൽ ബേസ് എന്ന് പറയുന്നത് 2600 മില്ലിമീറ്ററാണ്. അത്തരത്തിലുള്ളൊരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. അതിനെ റീബാഡ്ജ് ചെയ്തു, അല്ലെങ്കിൽ റീനെയിം ചെയ്തിട്ട് 300 എന്ന് പറയുന്ന വാഹനത്തെ 3XO എന്ന നാമകരണം കൊടുത്തു. ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി തന്നെ വന്നൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ XUV700നെ 7XO എന്ന പേരാക്കി മാറ്റി. ഇതെല്ലാം ഒരു അപ്ഡേഷനാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിന് ഒരു ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പോർട്ട്ഫോളിയോ 3-ൽ നിന്ന് 4 ഉയർന്നു എന്നുള്ളതാണ്. മഹീന്ദ്ര BE6 XEV9e, അതുമാത്രമല്ല XUV400 എന്ന് പറയുന്നൊരു വാഹനത്തെ നിലനിർത്തുമോ എന്നുള്ളൊരു കാര്യം ഇനി സംശയമാണ്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണോ ഈ വാഹനം വരുന്നത് എന്നുള്ളതും സംശയമാണ്. ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്, മഹീന്ദ്ര XUV3XO EV. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിസ്ഥാനപരമായിട്ട് മഹീന്ദ്ര XUV3XO എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ICE വേർഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വാഹനമാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോണ്ടൻറ്റാണ്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമൊന്നും മഹീന്ദ്ര XUV3XOയുടെ ഇലക്ട്രിക് വേർഷനും അതിൻ്റെ ICE വേർഷനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ ഫ്രണ്ടിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കോപ്പർ ഇൻസേർട്ട്, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഫിനിഷ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലതൊരു കോപ്പറിൻ്റെ എലമെൻറ്റ്സ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരം ബാഡ്ജിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കോപ്പർ ഇൻസേർട്ടുകളൊക്കെ മഹീന്ദ്രയുടെ XUV400ലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം ഗിയർ നോബ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും സെയിം ആണ്. അതുമാത്രമല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിലും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. കാരണം അതൊരു ഇലക്ട്രിക് കാർ ആകുമ്പോഴത്തേക്കും എത്ര കിലോ വാട്ട് അവറിലാണ് ഈ ഒരു ബാറ്ററി പവർ കൺസ്യൂം ചെയ്യുന്നത്, അത് മാത്രമല്ല എത്ര ബാറ്ററി റിമെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ ഇൻഫർമേഷനും ആ ഒരു ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. നമ്മൾ എടുത്തുകൊണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് AX5 AX7L എന്ന് പറയുന്ന 2 വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇലക്ട്രിക് വേർഷൻ ഓഫ് XUV3XO. ഇനി നമ്മൾ എടുത്തുകൊണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. AX5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,89,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വെച്ചിട്ടുള്ളത്. AX7L ആണെന്നുണ്ടെങ്കിൽ 14,96,000 രൂപയാണ്. പക്ഷേ നമ്മൾ എടുത്തു കൊണ്ടൊരു കാര്യം, ഒരു കാറുകളിൽ ഈ ലെങ്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറല്ല. അതായത് 4 മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്ത് പോയാൽ പോലും 5% മാത്രമാണ് അവിടെ GST വരുന്നുള്ളൂ. ഈ പെട്രോൾ കാർ അല്ലെങ്കിൽ ഡീസൽ കാറുകളിലാണ് 4 മീറ്ററിന് താഴെ നിൽക്കണം. പെട്രോൾ കാറാണെന്നുണ്ടെങ്കിൽ 1200 cc താഴെ എഞ്ചിൻ കപ്പാസിറ്റി നിൽക്കണം, അല്ലെങ്കിൽ ക്യൂബിക് കപ്പാസിറ്റി നിൽക്കണം. ഡീസലാണെന്നുണ്ടെങ്കിൽ 4 മീറ്ററിന് താഴത്ത് നിൽക്കണം. എഞ്ചിൻ കപ്പാസിറ്റി 1500 cc താഴെ നിൽക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എങ്കിൽ മാത്രമാണ് ഇപ്പോഴുള്ള 18% GST ഉള്ളൂ. പണ്ടാണെന്നുണ്ടെങ്കിൽ 28% GSTയും 1% സെസ്സുമായിരുന്നു. അതിപ്പോൾ 2025 സെപ്റ്റംബർ 22 വന്ന GST 2.0 ഫോംസിന് ശേഷം അത്തരത്തിൽ GSTയിൽ കാര്യമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഇത്തരം സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ 4 മീറ്റർ മുകളിലേക്ക് പോയാലും വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ താഴത്തേക്ക് വന്നാലും വലിയ കാര്യമായിട്ടുള്ള ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത് ഈ ഒരു വാഹനത്തിന് കൊടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതായത് ഈ പറയുന്ന ടിവോലിയുടെ ഒരു കട്ട് ചേസ് വേർഷൻ ആണല്ലോ ഇത്. അപ്പോൾ ടിവോലി എന്ന് പറയുന്നതിൻ്റെ സെയിം വാഹനം ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതേ സ്ട്രക്ചറിൽ തന്നെയാണ് XUV400 വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ XUV400 നിലനിർത്തും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു ചെറിയ വാഹനം, ഇത് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് നെക്സോണുമായിട്ടാണ്. നമ്മൾ ബാറ്ററി പാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നെക്സോണിൻ്റെ ബാറ്ററി പാക്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ NMC ബാറ്ററിയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ബാറ്ററി പാക്കിലേക്ക് നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ മനസ്സിലാക്കുന്നത് 39.4 kWh ബാറ്ററി പാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ട്രിമ്മിലും അതാണ് വരുന്നത്. റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 285 കിലോമീറ്ററാണ് കമ്പനി ഇപ്പോൾ പറയുന്ന റേഞ്ച്. എത്രത്തോളം പ്രാക്ടിക്കലി കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ രൂപ നമ്മൾ അഡീഷണൽ കൊടുത്തിട്ട് 7.2 കിലോവാട്ടിൻ്റെ AC ചാർജർ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പുറത്ത് മേടിക്കണം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഫെബ്രുവരിയിലാണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 23 മുതലാണ്
തീയതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പവറും BHP ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം XUV 400 അതേ ബാറ്ററി പാക്കും അതേ മോട്ടറും ഒക്കെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പവറിലേക്ക് വരുമ്പോഴത്തേക്കും 150 BHP പവറും 310 Nm ടോർക്കുമാണ്. അത് പീക്ക് ടോർക്കാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അത് ഏകദേശം XUV 400 കൊടുത്തിട്ടുള്ള അതേ പവറിനോടും ടോർക്കിനോടൊക്കെ ഒരു സിമിലർ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 0 to 100 എന്ന് പറയുന്നത് 8.3 സെക്കൻഡിൽ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ 3 ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്: ഫണ്ണ്, ഫാസ്റ്റ്, ഫിയർലെസ്. അങ്ങനെയാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. അപ്പം മഹീന്ദ്ര പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 80% ചാർജ് ചെയ്യാനായിട്ട് ബാറ്ററി അപ്രോക്സിമേറ്റ്ലി ഒരു 50 മിനിറ്റ് ആയിരിക്കും എടുക്കുക. അങ്ങനെ 50 മിനിറ്റ് കൊണ്ട് ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ 50 കിലോവാട്ടിൻ്റെ DC ചാർജർ യൂസ് ചെയ്യണം. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ. ഈ ഒരു വാഹനത്തിൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചുകളോ എക്സ്റ്റീരിയറിലോ ഇൻറ്റീരിയറിലോ ഒന്നും ഇല്ല. അതുമാത്രമല്ല ഒരു സിംഗിൾ പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല. ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിലെ ബമ്പറിലും ഫ്രണ്ടിലെ ബമ്പറിലും അകത്തൊക്കെ ഈ കോപ്പറിൻ്റെ ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കോമ്പറ്റ് ചെയ്യുന്നത് നെക്സോണിനോടായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചാലും നല്ല ടെക്നോളജി വേണം, നല്ല ബാറ്ററി പാക്ക് വേണം. അല്ലാതെ ICE വേർഷൻ വാഹനത്തെ എടുത്ത് അതിനെ ഇലക്ട്രിക് ആക്കിയിട്ട് അതിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് അത് വാങ്ങുന്നതിനേക്കാൾ നല്ലത് പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിലുള്ള ഒരു വാഹനം വാങ്ങുക, അല്ലെങ്കിൽ പ്യുവർ EV സെൻട്രിക് ആയിട്ടുള്ളൊരു വാഹനം വാങ്ങുക. അതാണ് EV എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, യഥാർത്ഥത്തിൽ ഇപ്പം ടാറ്റയുടെ ജനറേഷൻ 1 വാഹനങ്ങളൊക്കെ വാങ്ങിയവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അതിനകത്ത് ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നു. പിന്നീട് അങ്ങോട്ട് ജനറേഷൻ 2 വന്നപ്പോഴത്തേക്കും ആ പ്ലാറ്റ്ഫോമിനെ മോഡിഫൈ ചെയ്തിട്ട് ബാറ്ററി അറേഞ്ച് ചെയ്ത് വെക്കുന്നു. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും EVക്ക് വേണ്ടി തന്നെ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്യുന്നു. അതാണ് ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല നല്ല കോണ്ടന്റുകളടങ്ങുമ്പോൾ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.